പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 2025 ഈ ഒരു ടൈമിലും ഇങ്ങനെയൊക്കെയുള്ള വീടുകളുണ്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് ഓർക്കുമ്പോഴല്ലോ ഭയങ്കര സങ്കടമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളി പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ്, കാവാലിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു വീട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, അതായത് സുമനസ്സുകളിലേക്ക് എത്തിക്കണം. ഇവർക്ക് വേണ്ട സഹായവും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യണം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഷൈജു. പേരെന്താണ്? വന്ദന. വന്ദന. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും തീർത്തും മേല 2012 തൊട്ട് അസുഖത്തിൻ്റെ ഇതായിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ പേര് ഷൈനി എന്നായിരുന്നു. ചേച്ചിക്ക് കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വന്നു. അന്ന് ഡയാലിസിസും കാര്യങ്ങളും എല്ലാം 2014 മരിച്ചു. 2013 അന്ന് തൊട്ട് അച്ചായനും ബ്ലഡ് ഡയാലിസിസ് ചെയ്ത് ചേച്ചിക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. അതിന് മുമ്പ് ഇടയ്ക്ക് എൻ്റെ കിഡ്നി കൊടുക്കാനും ട്രാൻസ്പ്ലാന്റിനുള്ള കാര്യത്തിനെല്ലാം ഞങ്ങൾ ചെയ്തിരുന്നതായിരുന്നു. അന്ന് മരണപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ വീടിൻ്റെ ആധാരം വെച്ചാണ് നമ്മൾ ചേച്ചിയുടെ ഒരു കല്യാണമൊക്കെ വന്നപ്പോൾ അന്നേരം ആധാരം വെച്ചു നമ്മൾ ലോൺ എടുത്തു. 1.5 ലക്ഷം രൂപ ലോൺ എടുത്തു. 1.5 ലക്ഷം രൂപ ലോൺ എടുത്തു. അത് കഴിഞ്ഞ് അത് അടയ്ക്കാൻ പറ്റിയില്ല. അതിന് അച്ചാനും മേലാഴിക്ക് വന്നു, അമ്മയ്ക്കും കൂടെ മേലാഴിക്ക് വന്നു. അച്ചാൻ ബ്ലഡ് ഛർദ്ദിച്ചു. അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട്. അമ്മയ്ക്ക് പിന്നെ മൈസ്റ്റീന എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ 2007 കഴിഞ്ഞതാണ്. പിന്നെ അമ്മയ്ക്ക് സൈക്കാട്രി പ്രോബ്ലമുള്ള, എൻ്റെ ചെറുപ്പം തൊട്ടുള്ള, എനിക്ക് 5 വയസ്സ് തൊട്ടുള്ള അമ്മയ്ക്ക് സൈക്കാട്രി വർത്താനം പറയും അങ്ങനെയുള്ള. എന്നാൽ എനിക്ക് മൈസ്റ്റീനയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിൽ നിന്നും ഒരാളായിട്ട് മാത്രമേ ഉള്ളൂ അമ്മയെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 2023 അമ്മയ്ക്ക് ഇടത് ബ്രസ്റ്റ് മുഴ വന്നു. അതിന്റെ സർജറി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അത് അത്യാവശ്യം ജോലി ചെയ്യുമായിരുന്നു. ഇപ്പം സ്വന്തം കാര്യങ്ങൾ മാത്രം. ഹൗസ് വൈഫ് ആണോ അതോ? ഞാൻ നേഴ്സായിരുന്നു, NM നേഴ്സായിരുന്നു. ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ല. കാര്യങ്ങളെല്ലാം നോക്കണം. പിള്ളേരുണ്ട്, 2 പേരുണ്ട്, അമ്മയുണ്ട്. വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് ജോലിക്ക് പോക്ക് നടക്കത്തില്ല. ഇപ്പം ഞാനും ഇപ്പം ജോലിക്ക് പോകുന്നില്ല. ജോലിക്ക് പോകുന്ന പറഞ്ഞാൽ അച്ഛന് തീർത്തും മേല. അച്ഛന് ഇപ്പം വയറ് വീർത്ത് വെള്ളം കേൾക്കുന്ന 1 വർഷമായി. വയറ് വീർക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളം. അന്നേരം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ആഴ്ചയിൽ 1 വെച്ച് വെള്ളം കുത്തിയെടുക്കാൻ പോകണം. അന്നേരം നമുക്ക് 2000 രൂപയിലും ചിലവ്, പിന്നെ മരുന്നും കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ചിലവുണ്ട്. അന്നേരത്തേന് ആ ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പം ഈ വീടിൻ്റെ കടവും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുള്ളിക്കാരത്തേക്ക് ഒരു ചേട്ടനെന്താ ജോലിക്ക് പോകാത്ത? എനിക്ക് ആസ്മയുടെ അലർജി, അസിഡിറ്റി, ഈ ആസ്മയുടെ ഇതുണ്ട്. അലർജി, പൊടി അടിക്കുന്ന ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. ഇപ്പം അച്ഛന് തീർത്തും മേല. അച്ഛൻ കിടപ്പം അച്ഛനെ എഴുന്നേൽപ്പിക്കണം, ആഹാരം കൊടുക്കണം, ബാത്റൂമിൽ കൊണ്ടുപോകണം, പിടിച്ചെടുത്തോണം, അതേ കാര്യങ്ങളെല്ലാം ചെയ്യണം. അന്നേരം വൈകിട്ടും അല്ല, അന്നേരം ഉറക്കളയും കാര്യങ്ങളാകുമ്പോൾ എനിക്കിപ്പോൾ അച്ഛൻ്റെ അടുത്തൊന്ന് മാറി ജോലിക്ക് പോകാൻ പറ്റാത്തില്ലാത്ത സാഹചര്യമാണ്. എപ്പോഴും ഞാൻ കൂടെ അച്ഛൻ്റെ കൂടെ വേണം. അന്നേരം ആ ഒരു ഇത് വെച്ച് ഞാൻ ജോലിക്ക് പോകുന്നില്ല. പിന്നെ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അന്നേരം ഇപ്പം തീർത്തും അച്ഛനും മേല. ഇനിയിപ്പം ഡോക്ടർമാർ പറയുന്നത് വെള്ളം കുത്തിയെടുക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമുക്കിപ്പോൾ മരുന്ന് കഴിച്ചിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതിയെന്നേ ഉള്ളൂ. അതുപോലെ ഒരു പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പൈസ ഇല്ലാത്തതും പിന്നെ ഈ പോവുകയും വരികയും ചെയ്യുന്ന ആഴ്ചയിൽ 1 എടുക്കേണ്ടത് ഞാൻ മാസത്തിൽ 1 എടുക്കുന്നത്. വെള്ളം കുത്തി പൈസ ഇല്ല പോകുമ്പോൾ 2000 രൂപ ആവും, വണ്ടി കൂലിയും ചിലവും എല്ലാം കൂടെ. പിന്നെ വീട്ടിൽ മരുന്നും മേടിക്കണം. ഒരു മാസം എനിക്ക് 10-18 അല്ല 20 രൂപ അടുത്താവും 2 പേർക്കും മരുന്ന്. പിന്നെ ആഹാരവും അച്ഛൻ്റെ മരുന്നിന് നല്ല വിലയാണ്. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അവർക്ക് വരുമ്പോൾ പിള്ളേരെ നോക്കുകയും സ്കൂളിൽ വിടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് ആ ഒരു ഇതില്ല, ഇപ്പോൾ ആ സ്റ്റേജ് അല്ല. ഇപ്പം അമ്മയുടെ കാര്യം തന്നെ അമ്മ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. അമ്മയുടെ കാര്യം ഇവിടെ നോക്കുന്നത്, അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയുടെ കാര്യവും പിന്നെ അച്ഛൻ്റെ കാര്യവും ഞാനും നോക്കുന്നത്. അങ്ങനെ ഒരു ഓൾറെഡി വയ്യ. അമ്മയ്ക്കും മേല, അല്ല എനിക്കും മേല, എനിക്കും ഉറക്കളയ്ക്കാൻ മേല. അങ്ങനെ ഒരു രീതിയിലാണ്. ഈ ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിന് ബുദ്ധിമുട്ട്, അലർജി, പനി ഇതൊക്കെ വരും. അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാതിരിക്കാൻ പറ്റത്തില്ല.
അന്നേരം പിന്നെ മെഡിക്കൽ കോളേജിൽ പോവുക വരിക ഇതെല്ലാം ഇപ്പം അന്നേരം ഞങ്ങൾക്ക് 2 പേർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അന്നേരം വീടിൻ്റെ ചേട്ടൻ ഇങ്ങനെ അസുഖം ഉള്ളതുകൊണ്ട് ചേട്ടനും ജോലിക്ക് കണ്ടിന്യൂ പോകാനും പറ്റുന്നില്ല. കണ്ടിന്യൂ പോകാനും പറ്റത്തില്ല. അലർജിയുടെ പ്രശ്നമുണ്ട്. പിന്നെ ജോലിക്ക് പോകുന്ന ചിലപ്പം സ്ഥിരമായിട്ട് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച അങ്ങനെ പോകും. പിന്നെ അങ്ങനെ പോകാൻ പറ്റാതെ പോകും. അന്നേരത്തിന് ആ ജോലി അങ്ങ് ആരും ജോലിക്ക് വിളിക്കും. സ്ഥിരമായിട്ടുള്ളൊരു ജോലി നമുക്കൊരു എന്തെങ്കിലും ഒരു കടയിലോ അല്ലെങ്കിൽ പമ്പിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലിക്ക് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ തൊട്ടടുത്താണ് നിങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഈ വിവരം ചാണ്ടി ഉമ്മൻ സാറിന് അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള കാര്യം? ഞങ്ങൾക്ക് നേരത്തെ ഉമ്മൻചാണ്ടി സാറ് ചേച്ചിക്ക് വേണ്ടി മേലായിരുന്നപ്പോൾ ഒക്കെ സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ചാണ്ടി ഉമ്മൻ സാറിനെ ഞങ്ങൾ കാണാൻ വേണ്ടി 2 പ്രാവശ്യം പോയിട്ട് അന്നേരം സാറിന് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം കാണാൻ പറ്റിയില്ല. അപ്പോൾ അതായത് ഇതൊന്നും അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ ചേട്ടാ, നിങ്ങൾക്ക് പൊതുസമൂഹത്തോട് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളുടെ 13 വർഷമായി ഞങ്ങളിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റൽ കേസ് തന്നെയായിട്ട് നടക്കുന്നു. അപ്പം ഇത്ര നാൾ ഞങ്ങൾ എല്ലാം നോക്കി എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇനി മുന്നോട്ട് ഇത്രയും കടബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ചികിത്സയും കാര്യങ്ങളും കടബാധ്യതയും പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസം. മക്കളൊക്കെ എത്രയൊക്കെയാണ് പഠിക്കുന്നത്? മോള് 8-ല്, മോന് 4-ല് പഠിക്കുന്നത്. അപ്പം ഇനി മുന്നോട്ട് എങ്ങനെ ആവും എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്കുള്ളത്. വീടും ലോണല്ലേ, വീടും വീട് ലോണാ 5 ലക്ഷം രൂപ വേണ്ടി എടുത്ത 5 ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത 5 ലക്ഷം രൂപ ലോണാ. ഇപ്പം അതിപ്പം 2-3 മാസത്തിനുള്ളിൽ അതിൻ്റെ എന്തെങ്കിലും തിരിച്ചടച്ചില്ലെങ്കിൽ അവർ ജപ്തിയിലോട്ട് മാറുമെന്ന കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീടൂടെ ജപ്തി ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെന്ത് ചെയ്യാനും ഇപ്പം അതുപോലൊരു എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. ആരാണേലും സ്കൂളിൽ പോകുമ്പോൾ ചെറുക്കനാണേലും 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പെൺകൊച്ച് 7-ാം ക്ലാസ്സിൽ പോയി 8-ാം ക്ലാസ്സിലോട്ട് കോട്ടയം MTയിലോട്ട് പോയി സ്കൂളിൽ പോയപ്പോൾ അവിടെയാണല്ലോ നമ്മൾ ഫീസ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ അവരും സഹായിക്കും ഓരോക്കെ, എന്നാലും അവിടെയും ഫീസും പിന്നെ അവിടെയും ഫീസും എല്ലാം ഉണ്ട്. അന്നേരം നമുക്കതൊരു സ്കൂള് പിള്ളേർ പഠിക്കാൻ പോകുന്നത് തന്നെ ഫീസ് കൊടുക്കുക അത് തന്നെ നമുക്ക് അതിനു പോലും പറ്റുന്നില്ല. അന്നേരം പിള്ളേർക്കാണേലും അതൊരു ബുദ്ധിമുട്ടാണ്. പിള്ളേരുമായിട്ട് പോകുമ്പോൾ അവർക്ക് ഫീസ് ചോദിക്കുമ്പോഴും മറ്റുള്ളവരുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് അന്നേരം ഞാൻ പിന്നെ ടീച്ചർമാരോട് വിളിച്ചു പറയും, എൻ്റെ കൊച്ചുണ്ട് ചോദിക്കരുത്, ഞാൻ എങ്ങനെയല്ല അടച്ചോളാം എന്ന് അവർക്കും അറിയാം. ഞങ്ങളുടെ അവസ്ഥകളും ടീച്ചേഴ്സിനൊക്കെ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നാലും നമ്മൾ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരാൾ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അവിടെ ചെല്ലുമ്പോഴായിരിക്കും പെട്ടെന്നൊരു അസുഖം എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ പിന്നെ തിരിച്ച് ആശുപത്രി കേസാണ് മിക്കവാറും. ഇപ്പം ഇപ്പോൾ 1 വർഷമായിട്ട് ഇപ്പം നമ്മൾ ആഴ്ചയിൽ 2 വട്ടം അല്ലെങ്കിൽ മാസത്തിൽ 2 വട്ടം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പം സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. വെള്ളം കുത്തിയെടുക്കാനൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അച്ഛനെ കൊണ്ട് ആശുപത്രി പോകുമ്പോൾ ചേച്ചി ഇവിടെ വേണം, വീട്ടിൽ വേണം, അമ്മയെ നോക്കാൻ. അമ്മയ്ക്ക് അന്നേരം മേലായിരിക്കുന്നില്ല, അമ്മേനെ നോക്കാൻ അന്നേരം പുള്ളിക്കാരത്തി വേണം. അന്നേരം ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് ഒരു കൂട്ടുകാരെ വിളിച്ച് കസേര എടുത്തുകൊണ്ട് അവിടെ ചെന്ന് ഓട്ടോയ്ക്ക് കയറ്റി അവിടെ ചെന്ന്. സത്യം പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നിന്ന് പോകാനൊരു വഴി ചെറിയൊരു തോടേ ഉള്ളൂ. ചെറിയൊരു തോട് മാത്രമേ ഉള്ളൂ. തൊണ്ടെന്നോ ഇവിടെ നമ്മളവിടത്തേക്ക് തോടിന് പറയുന്ന തൊണ്ടെന്നാണ്. അപ്പം ആ ഒരു ഇതിൽ എടുത്തുകൊണ്ടാണ് പോകുന്നല്ലേ? കസേര ഇരുത്തി പിടിച്ചോണ്ടാണ് ഞങ്ങൾ എടുത്തുകൊണ്ടാണ് റോഡിലേക്ക് പോകുന്നത്. ഇത്രയും 13 വർഷത്തോളം ഇങ്ങനെ നോക്കുന്നു. നമുക്ക് കടം തന്നെ ഉള്ളൂ, ഒത്തിരി കടങ്ങളുണ്ട്. ഞങ്ങളുടെ വീട് കണ്ടോ, ഇപ്പം ഒരു മഴ പെയ്തിട്ടാണെങ്കിൽ കാറ്റടിച്ച് വെള്ളം എല്ലാം അകത്തോട്ടാണ് കയറിയിരിക്കുന്നത്. കാരണം അത് വീട് ഇത്രയും മോശമായിട്ടാണ് കിടക്കുന്നത്. അത് തന്നെയല്ല വീടിൻ്റെ കതക് പോലും ഇല്ല. അപ്പം ഞങ്ങൾക്ക് ഒരു മോനും മോളുമാണ് ഉള്ളത്. മോളാണ് 8-ല് പഠിക്കുന്നത്. അവൻ കുഞ്ഞിനെ കൊണ്ടാണ് ഞങ്ങൾ ഈ വീടിനകത്ത് കഴിയുന്നത്. പിന്നെ അത് തന്നെയല്ല വീട് ബാങ്കിൽ ലോൺ വെച്ചിരിക്കുകയാണ്. അതിപ്പം ചികിത്സയ്ക്ക് വേണ്ടി അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വെച്ചതാണ്. ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് ആദ്യം വെച്ചു. പിന്നെ അത് പുതുക്കിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ അതെടുത്തിട്ട് ഇപ്പം ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് വന്നേക്കുന്നത്. ഏകദേശം കഴിഞ്ഞ ദിവസം ചേച്ചാൻ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവർ കണ്ടപ്പം പറഞ്ഞിട്ട് ഒരു 3 മാസത്തെ കാലാവധികളുണ്ട്. അത് കഴിഞ്ഞാൽ ജപ്തി നടന്നതിലേക്ക് അവർ പോകുമെന്നാണ് പറഞ്ഞത്. കാരണം അവരുടെ എമൗണ്ട് ഇപ്പോൾ ഒരു 7-8 ലക്ഷത്തോളം അടുത്ത് ആകാറായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 3 മാസത്തെ ഒരു സാവകാശം നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ കൊണ്ട് മാക്സിമം ഞങ്ങളോട് പറഞ്ഞു, പക്ഷേങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ജപ്തിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. 3 മാസം സാവകാശം നമുക്ക് തന്നിരിക്കുന്നത്.
വീടും കൂടെ അങ്ങനെ ജപ്തി ചെയ്ത് പോവുകയാണെങ്കിൽ വയ്യാത്ത അച്ഛനും അമ്മയും ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ചേട്ടാ അപ്പോൾ ഫുഡൊക്കെ ഫുഡ് നമുക്ക് റേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ കാര്യങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. പിന്നെ കുട്ടികൾക്കാണെങ്കിലും വലിയ നിർബന്ധങ്ങളൊന്നുമില്ല അവർക്ക്. ഇന്ന് വേണം അങ്ങനെ വലിയ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അവർ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചാലും കഴിച്ചോളൂ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ചേച്ചിയൊക്കെ സമ്മതിച്ച് തന്നേ പറ്റും കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇത്രയും ഒരു പ്രശ്നങ്ങളുടെ നടുവിലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. ആ ഒരു സപ്പോർട്ടിനെയൊക്കെ സമ്മതിച്ച് തന്നേ പറ്റും. കാരണം ഭാര്യ എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അതാണ്. മനസ്സിലായോ? ഉള്ള ജോലി കളഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തിന് എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ദയവായിട്ട് ചാണ്ടിയമ്മൻ സാർ ഈ വീഡിയോ ഒന്ന് കാണണം. മാക്സിമം ഇവരെ ഒന്ന് സഹായിക്കാൻ അങ്ങേക്ക് ദയ ഉണ്ടാകണം. കാരണം അങ്ങയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരുപക്ഷെ താങ്കൾ അറിഞ്ഞു കാണത്തില്ലായിരിക്കും. ഈ വീഡിയോ മാക്സിമം താങ്കളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോട്ടയംകാരെല്ലാം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളെ കൊണ്ടാകാവുന്ന രീതിയിലുള്ള ഇവരുടെ അക്കൗണ്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാ കാരുണ്യവും ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാവണം.